KFC ഇവിടെ എങ്ങനെ വരാം? നാട്ടിലനുസരിച്ച് കൂടുതലാണ് കുറവാണ്? ഇവിടുത്തെ പൈസയാണ് ഒക്കെ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ഒരു ഫാമിലി പാക്ക് ഇപ്പൊ നമ്മള് മേടിച്ചില്ലേ, അതിനൊരു 9,800 നാട്ടിലൊരു 2,000 സംതിങ് ആവും ഒരു പാക്കറ്റ്. നാട്ടിലെത്രയാ? ഇതുപോലെ ഫാമിലി പാക്ക്. അതേപോലെ നമ്മള് ലാസ്റ്റ് നമ്മുടെ ദേവൂട്ടിയുടെ ഒരു വീഡിയോ അതിനകത്തൊരു ഒറ്റല്ല അതിലൊരു മെയിൻ ആയിട്ട് ഒരു ബാഡ് കമന്റ് വന്നിട്ടുണ്ട്. അത് ഉണ്ടായിരുന്നോ? അതായത് ഞാൻ ആളുടെ പേര് പറയല്ല, പക്ഷെ ഞാൻ മെസ്സേജ് വായിക്കാം. അങ്ങനെയാണല്ലേ, അറിഞ്ഞില്ല, ആടിനെ പട്ടിയാക്കുവാണല്ലോ അമ്മയും മക്കളും കൂടി, കഷ്ടം. ആൾക്കൊരു മറുപടി കൊടുക്കുന്നുണ്ടോ? ഈ ആടിനെ പട്ടിയാക്കിയിട്ട് പട്ടീനെ പിന്നെ പേപ്പട്ടിയാക്കിയിട്ട് ഈ കല്ലെറിഞ്ഞു കൊല്ലുന്ന കാര്യമല്ലേ ഇത്രയും നാളും ഈ തനിജേനെയും പാവം പിടിച്ച ആ കൊച്ചിനെ ചെയ്തോണ്ടിരുന്ന ഈ ആൾക്കാര്. ഈ യൂട്യൂബേഴ്സ് ചെയ്യും. കുറെ പെണ്ണുങ്ങൾ വന്നിരുന്നിട്ട് അവരുടെ കൂടെ ആദ്യം ഭയങ്കരമായിട്ട് കൂട്ടുകൂടും. ഈ പെണ്ണുങ്ങള് അവരുടെ കൂടെ അങ്ങ് കൂട്ടുകൂടി അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുമായിട്ടുള്ള സംസാരവും അവര് ഈ ആരെങ്കിലും ഇവര് പറഞ്ഞു കൊടുക്കും, നീ ഇങ്ങനെ പറയണം, ഞാൻ ഇങ്ങനെ ചോദിക്കുന്നൊക്കെ. എന്നിട്ട് അത് അവരുടെ ചാനലിൽ കൂടെ പറഞ്ഞ് അവര് റീച്ചുണ്ടാക്കി അവരൊരു സ്റ്റാൻഡ് ആയി കഴിയുമ്പോ ഇവരെങ്ങനെയെങ്കിലും അടിച്ചു പുറത്താക്കും. എന്നിട്ട് പിന്നെ ഈ കൂടെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ പരസ്പരം പറഞ്ഞിട്ട് ഇവരെ അങ്ങ് ചെളിവാരി എറിയുക. അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഇവരെ എന്ത് കുറ്റം പറഞ്ഞിട്ട് അങ്ങോട്ടിട്ടാലും അതെല്ലാം ഇവനിട്ട് കമ്മ്യൂണിസ്റ്റ് പോസ്റ്റ് ഇടും. ഇവക്കടെ കെട്ടിയത് ഈ തനു എന്ന് പറഞ്ഞ അവരുടെ ഹസ്ബൻഡ് ആണല്ലോ ഈ ജിനു കോട്ടയം. ഈ പുള്ളിക്കാരൻ ഇതെല്ലാം എടുത്തിടും. അതൊക്കെ ഇയാൾക്ക് കുറെ ഇയാളൊരു അറിയപ്പെടുന്ന ഒരു കലാകാരനായതുകൊണ്ട് ഇയാൾക്ക് യൂട്യൂബ് ചാനലിൽ കാണുന്ന കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവര് അത് കണ്ടിട്ട് അവരതെടുത്ത് വേറെ ഇടും. അങ്ങനെയാണ് ഇവരെ കുറിച്ചുള്ള ഈ പബ്ലിസിറ്റി എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പെങ്കൊച്ച് എന്താണെന്ന് ആ പെങ്കൊച്ചിനെ കണ്ടവർക്ക് മനസ്സിലാവും. ആ കൊച്ചിന് ഇങ്ങനെയുള്ള പെങ്കൊച്ചുങ്ങൾക്ക് ഈ ഐക്യലൈന് കുറവുള്ള പെങ്കൊച്ചുങ്ങൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഞാൻ നേരിട്ട് കണ്ടതല്ല. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ സംസാരിക്കണേ. ഞാൻ ആ കൊച്ചിനെ നേരിട്ട് കണ്ടതാണ്. ആ കൊച്ചിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പിള്ളേരെ സംബന്ധിച്ച് നമ്മളെപ്പോഴും അവരെ പാമ്പർ ചെയ്യണം. അപ്പൊ അത് ഒരു പെൺകൊച്ചായതുകൊണ്ട് ഇവര് എപ്പോഴും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും അങ്ങനെയൊക്കെയാണ് അവര്. അങ്ങനത്തെ ഉള്ള ആ പിള്ളേർ അങ്ങനെയാണല്ലോ. അതൊരാൺകുട്ടി ആയിരുന്നെങ്കിലോ ഈ 12 വയസ്സുള്ള കുട്ടിക്ക് 16 വയസ്സുള്ള ഒരു കുട്ടിയുടെ ശരീരവാർച്ചയുണ്ട്. അപ്പൊ അതൊരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ ഇവരെ ഇതേ സ്റ്റേജിൽ ഈ ഇത്ര ഈ ആൾക്കാരെല്ലാം ഈ അമ്മയ്ക്കെതിരെ നിൽക്കുമ്പോ ഈ സ്വാഭാവികമായിട്ടും ഈ തനുജയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ആത്മഹത്യ ചെയ്യാം. അതല്ലാതെ വേറെ വഴിയില്ല അവർക്ക്. അമ്മേനെയും മകനെയും പറ്റി ഇപ്പൊ അമ്മേനെയും മകളെയും തമ്മിൽ പറഞ്ഞ് ഈ നമ്മുടെ നാട്ടുകാര്, നമ്മുടെ സമൂഹം, പ്രത്യേകിച്ചും പെണ്ണുങ്ങള്. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ വീട്ടിലൊരു നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ഥാപനത്തിലോ ഈ ബംഗ്ലാദേശ് അന്യസംസ്ഥാന തൊഴിലാളികളെന്നാണ് നമ്മുടെ നാട്ടിൽ പറയണത്. അവര് ജോലി ചെയ്യുന്നുണ്ട്. അവരെ കൂട്ടിയിട്ട് ഒരു മകനായിട്ട് കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനായിട്ട് കണ്ടിട്ടോ ഒരു ആങ്ങളായിട്ട് കണ്ടിട്ടോ നമ്മുടെ ഒരു സ്ഥാപനത്തിലോ നമ്മുടെ വീട്ടിലോ ജോലി ചെയ്തേക്കണേ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ കുറിച്ച് നമ്മളെ കൂട്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാവോ? ഇല്ലേ? ഉറപ്പായിട്ട് വിഷമം ഉണ്ടാവും. അപ്പൊ സ്വന്തം മകനെയും അമ്മയെ കുറിച്ച് പറഞ്ഞാലോ, ഒരു മകളെ കുറിച്ച് പറയുന്ന ഈ നാട്ടിലുള്ള ആളുകൾ, ഈ സമൂഹം ഒരു മകനായിരുന്നെങ്കിൽ ഇവരുടെ അവസ്ഥ എന്താവുമായിരുന്നു? അത് കഴിഞ്ഞിട്ട് ഇവരുടെ കാര്യങ്ങള് ഈ യൂട്യൂബില് ഈ തനുജ പറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഈ ജിനു എന്ന് പറഞ്ഞവനും അവനിപ്പോ വൈഫ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ലീഗലി അവർ കല്യാണം കഴിച്ചിട്ടില്ല. ഇപ്പൊ അവൻ കൂടെ കൊണ്ടു നടന്ന് ഒരു കുട്ടിയുള്ള ആ ലേഡി അന്ന് 6 മാസം പ്രായമുള്ള കുട്ടിക്ക് ഈ തനുജയുടെ അവിഹിതം തേടി നടക്കുവാണ്. അവിഹിതം തേടിയിട്ട് ഇങ്ങനെ പോവാണ്.
പോയി പ്രശാന്ത് എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ ഇവര് പോയി ഇരിക്കുക. പ്രശാന്ത് പറഞ്ഞു തരാം കഥ. അത് വിട്ടുപോയിട്ടു ഈ ചേച്ചിനെ വിട്ടുപോയത്, തനുജനെ വിട്ടുപോയതിന് ശേഷമാണ് ഈ ലേഡിയും ഈ ഇവരുടെ ഹസ്ബൻഡും ഈ ഒരു കുഞ്ഞു വാവേനയും കൊണ്ട് 6 മാസം പ്രായമായ ഒരു വാവേനയും കൊണ്ട് ഈ പ്രശാന്തിനെ അന്വേഷിച്ചു പോവുക. എന്തിനാന്നറിയാമോ? ഇവര് തമ്മിലൊരു കഥയുണ്ടാക്കി ഇത് പ്രചരിപ്പിക്കാൻ. ഇവരുടെ കാര്യം പറഞ്ഞല്ലോ. ഈ പ്രശാന്ത് എന്ന് പറയുന്ന ആള്, അയാളുടെ ചേട്ടൻ ഇവനിങ്ങനെ ഇട്ടിട്ട് ഇവന്റെ സുഖം തേടി പോയി കഴിഞ്ഞപ്പോ ഇവർക്കൊന്നുമില്ലല്ലോ, വാടക വീടാണ്. ആ മേടിച്ചു വെച്ചേക്കണ 5 കിലോയോ 2 കിലോയോ അരി തീർന്നു കഴിഞ്ഞാൽ പിന്നൊന്നുമില്ല. ആ അവസ്ഥയിൽ ഇവർ അനാശാലയിലൊക്കെ പോയി ജീവിക്കുകയൊക്കെ ചെയ്തു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ സമയത്ത് ഇത് ഗൾഫിലുള്ള ഒരാള്, ഇവര് ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉണ്ടല്ലോ ഇവർക്ക്, അന്നൊക്കെ ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എങ്ങനെയോ പരിചയപ്പെട്ട ഒരാൾ ഇവർക്ക് ഇങ്ങനെ പറഞ്ഞു, ഒരു പണി ചെയ്യുക, നിങ്ങൾക്ക് അങ്ങനെ തീരെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയല്ലേ, എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മേനെ നോക്കാനായിട്ട് നിങ്ങൾ പോയി നിന്നോ, എന്നിട്ട് അവളെ കുട്ടീനെ പഠിപ്പിക്കാം. അപ്പൊ അവരാ ജോലി ചെയ്യുന്നതിന് അവർക്ക് എന്തെങ്കിലും ഒരു ശമ്പളം കൊടുത്ത് ഈ അച്ഛനും അമ്മേനെ ഒരു കൂട്ടാവും. അപ്പൊ കൊച്ചിനെ അവിടെ പഠിപ്പിക്കാന്നുള്ള രീതിയിൽ പോയി അവിടെ നിന്നു. അവിടെ നിന്നപ്പോ ഈ ഗൾഫുകാരന്റെ അനിയനോ ചേട്ടനോ ആരാണ് ഈ പ്രശാന്ത് എന്ന് പറയുന്ന ആള്. ആ പ്രശാന്ത് നമ്മുടെ വീട്ടില് നമ്മളിപ്പോ എന്റെയൊക്കെ കാലഘട്ടത്തില് നമ്മുടെ വീട്ടിലൊരു പണിക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ ഒരു 2 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ആ 2 ഏക്കർ സ്ഥലത്തിൽ ഒരു 10-15 സെന്റ് തരിശു ഭൂമി ഉണ്ടാവും. അതിനകത്ത് നമ്മുടെ സ്ഥിരം പണിക്കാരുണ്ടാവും. വീട്ടിലും പുറം പണിയായിട്ട് ഒരു സ്ഥിരം പണിക്കാരുണ്ടാവും. അവർ നമ്മുടെ കുടിയെടുപ്പ് അവകാശം എന്ന് പറയും. അവിടെ നമ്മുടെ അതിരിങ്ങുള്ള ഈ പട്ടയമില്ലാത്ത സ്ഥലത്തായിരിക്കും അവരിങ്ങനെ ചെറിയൊരു ഓലയും കൊണ്ടോ വൈക്കോലും കൊണ്ടോ വേണ്ട വീട്ടിൽ ഇങ്ങനെ താമസിക്കായിരിക്കും. അപ്പൊ അവർക്ക് മക്കളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഈ തരിശു ഭൂമി അവരുടെ പേരിൽ പതിച്ചു കൊടുക്കും. അപ്പൊ പഞ്ചായത്തിൽ നിന്ന് ഈ നമ്പർ ഇടുന്നല്ലോ. അപ്പൊ അവർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു അഡ്രസ്സോ പേരോ ഒന്നുമില്ല. ഏതോ നാട്ടിൽ നിന്ന് വന്ന് വർഷങ്ങളാക്കി ചിലപ്പോ ഒരു ചെറുക്കനോ ഒരു പെണ്ണൊക്കെ ആയിരിക്കും വന്നത്. അത് കൊച്ചു ചെറുപ്പത്തിൽ കൊണ്ടുവന്ന, ഇപ്പോഴല്ലേ ഈ ബാലവേല എന്നൊക്കെ പറഞ്ഞ്, പണ്ടൊന്നും അങ്ങനെയൊന്നും അല്ല, കൊച്ചു ചെറുപ്പത്തിൽ വന്നതായിരിക്കും. അപ്പൊ അവർക്ക് വേറെ പ്രത്യേകിച്ച് അഡ്രസ്സ് ഒന്നുമില്ല. അപ്പൊ അവർക്ക് ഇതാരുടെയാണോ പറമ്പിൽ താമസിക്കണേ ആ വീടിന്റെ കൂടത്തില് ഒരു കുടി എന്ന് ചേർക്കും. ഇപ്പൊ സ്വാഭാവിക പറയുകയാണെങ്കിൽ പുത്തമ്പുരിക്കൽ എന്നാണെങ്കിൽ പുത്തമ്പുരിക്കൽ കുടി. ഇപ്പൊ ഞാൻ ഇനി പുത്തമ്പുരിക്കൽ എന്ന് പറഞ്ഞ പുത്തമ്പുരിക്കൽ ഫാമിലി ആയിരിക്കും വന്ന് എന്നെ എന്തെങ്കിലും, അപ്പൊ അത് വേണ്ട, എന്റെ വീട്ടുപേര് പുലിക്കുന്നേരുന്ന. അപ്പൊ എന്റെ ആ കുടിയുടെ അവകാശം ഉണ്ടെങ്കിൽ പുലിക്കുന്നേൽ കുടി, അങ്ങനെയാണ് ഒരു അഡ്രസ്സ്. അപ്പൊ അതുപോലെ അന്നേരം പറയുവാണ് അതാ അവിടെയുള്ള പിള്ളേരൊക്കെ പുലിക്കുന്നക്കാരുടെ മക്കളാന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുവോ? അംഗീകരിച്ചു കൊടുക്കുവോ? അത് ഇന്ന് യൂട്യൂബൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ അന്നത്തെ ജമ്മികളൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ട്രോൾ ചെയ്യണേ. പക്ഷെ അന്ന് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരുടെ ഫാമിലി ആയിട്ട് അവരങ്ങനെ ജീവിക്കും. അങ്ങനെയാണ് അന്നത്തെ കാലഘട്ടം. അപ്പൊ ഈ ഒരു ലോക്കൽ ഗാർഡിയൻ വേണമല്ലോ. അപ്പൊ ഈ പ്രശാന്ത് എന്ന് പറഞ്ഞ ആളാണ് ഈ കൊച്ചിനെ ലോക്കൽ ഗാർഡിയനായിട്ട് പോയത്. അതിന്റെ പേരില് സ്കൂളിൽ ചേർക്കാനായിട്ട്, സ്വാഭാവികമായിട്ട് മോളൊരു ടീച്ചറല്ലോ, നമുക്കറിയാലോ. അങ്ങനെ സ്വാഭാവികമായിട്ടും അതങ്ങനെ അതങ്ങനെ വേണമല്ലോ. അവർക്ക് അവിടെ പറയാം, അവർ വേറെ ഏതോ നാട്ടിൽ നിന്ന് വന്നേക്കണം, അവർക്ക് അവിടെ പറയാനൊരു അഡ്രസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതിന്റെ പേരിൽ ഇവരെ തമ്മില് ഒരു കഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പൊ ഇവര് അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുക, ഈ പ്രശാന്ത് എന്ന് പറഞ്ഞ ആക്കടെ അവരുടെ അച്ഛനെ അമ്മേനെ ഇവര് തമ്മിൽ വേറെ ബന്ധമല്ലായിരുന്നു അടിച്ചേൽപ്പിക്കുക. ആ വീഡിയോ ഒക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അന്നേരം അവര് പറയുന്നുണ്ട് അങ്ങനെയല്ല, അവരിവിടെ വന്ന് താമസിച്ചതാണ്, ആകെ 2 മാസമാണ് അവിടെ താമസിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് അവർക്ക് പ്രശാന്ത് എന്ന് പറഞ്ഞ ആൾക്കൊരു ആൺകൊച്ചുണ്ട്, ഇതൊരു പെൺകൊച്ചും. ഈ 2 പിള്ളേരും തമ്മിൽ നമുക്കറിയാലോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് കളിഞ്ഞാക്കുന്ന ഒരു കളിപ്പാട്ടം അയൽവക്കത്തെ ഒരു കൊച്ചോ സ്വന്തക്കാരുടെ വീട്ടിൽ നിന്ന് ഒരു കൊച്ചോ തെങ്ങിന്റെ വീട്ടിൽ കിടക്കണായിരിക്കും, വേണ്ടാന്ന് പറഞ്ഞ് കളഞ്ഞേക്കണായിരിക്കും. ആ പ്രായത്തിലുള്ള വേറൊരു കൊച്ചു കൊഴുവാണെങ്കിലോ ഈ നമ്മുടെ വീട്ടിലെ തിന്നമെടുക്ക് കളിക്കും. നമ്മുടെ വീട്ടിലെ കൊച്ചിനത് ആവശ്യമാവും, അവന്റെ അടുത്ത് പോയി മേടിക്കും. അപ്പൊ പിള്ളേർ തമ്മിൽ ഒരു വഴക്കായി. അങ്ങനെയാണ് ഈ പുള്ളപ്പട തള്ളപ്പടയാണ്. അപ്പൊ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവര് വീണ്ടും അവരുടെ അമ്മയുടെ അടുത്തിട്ട് തന്നെ തിരിച്ചു പോകുന്നു. അതിന്റെ കഥകൾ അയാൾക്കടെ വൈഫ് എന്തോ മരിച്ചു പോയതെന്ന് തോന്നുന്നു. എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ ഈ പ്രശാന്ത് എന്ന് പറയുന്ന ആളുടെ കയ്യിലേക്ക് ഇതങ്ങ് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം ഈ ജിനു നല്ല പോലെ ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല,
ഞങ്ങളുടെ വീട്ടില് പുള്ളിക്കാരി ഇങ്ങനെ ഒരു അച്ഛനെ അമ്മേനെ നോക്കാൻ വേണ്ടി വന്ന് നിന്നാണ്. 2 മാസം നിന്നിട്ടുള്ളൂ എന്ന് അയാളെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്ത് കണ്ടന്റ് ഉണ്ടാക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്യൂ കൂട്ടാനായിക്കോട്ടെ നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യരുത്. ആരെയും വേദനിപ്പിക്കാതെ സാധിക്കുന്നിടത്തോളം നന്മ ചെയ്തിട്ട് വിനയമായിട്ട് ജീവിച്ച് മരിക്കുക. അല്ല നമുക്ക് വന്ന കമന്റുകളില് ഒന്നല്ല വേറെ ഒരെണ്ണോടുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. അത് ഞാനല്ലെങ്കിൽ നീയാണ് പ്രതികരിക്കേണ്ടത്, അത് ഞാൻ ലാസ്റ്റ് പറയാം. പക്ഷെ ഈ നമുക്ക് വന്ന കമന്റുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് നമുക്ക് അവർക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ ഇനി സപ്പോർട്ട് തുടരില്ലേ. അതായത് തനുവിനുള്ള സപ്പോർട്ട് നമ്മൾ ഇനി എന്തായാലും തുടരും. നമ്മുടെ നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇത്രയും പേരല്ല, എനിക്ക് ഒരു മോനും കൂടെ ഉണ്ടല്ലോ. അപ്പൊ അവൻ ലണ്ടനിലാണ്, ഒരു മോനും മോളും ലണ്ടനിലാണ്. അവരാണെങ്കിലും എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അമ്മ ആ ഫാമിലിനെ അമ്മ സപ്പോർട്ട് ചെയ്യണം. കുഞ്ഞാവയുടെ കൂടെ പോയപ്പോഴല്ലേ മമ്മി പോയതും വീട്ടിൽ പോയതും ഒക്കെ. എന്റെ മോന്റെ ഇവൻ ആളുകൾക്ക് അറിയില്ലല്ലോ. ഉറപ്പായിട്ടും അല്ല, ഇതിപ്പോ അവന്റെ ആളാണെന്ന് പറയാൻ പറ്റില്ല. ഈ വന്ന് സംസാരിച്ചേക്കണത് അവന്റെ ആളാണെന്ന് പറയാൻ പറ്റില്ല. ഈ പറയുന്ന ജിനു കോട്ടയത്തിന്റെ ആളാണെന്ന് അറിയില്ല. അതാണ് പട്ടിയിട്ട് തിന്നില്ല, പശുവിനെ കൊണ്ട് ജീവിക്കില്ല എന്ന് പറഞ്ഞ ഒരു ഇതാണ്. ഇനി കുട്ടായിനോടൊന്ന് ചോദിക്കട്ടെ, കുട്ടായി നീ പറയുമോ അതോ ഞാൻ പറയണോ ഇതിനുള്ള മറുപടി? പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു കമന്റ് വന്നേക്കണത്, ഒരു മിനിറ്റ് കാണിക്കാം. അവന്റെ ഒരു ചിരി കഷ്ടം, അത് കുട്ടായിയുടെ ആണോ എന്റെ ആണോ എന്നുള്ളത് മനസ്സിലായില്ല. കുട്ടായി ഇതിന് പറയാനുണ്ടോ? ചിരിച്ച് നമ്മള് ചിരിക്കുന്നത് നമ്മുടെ ചിരി ഒക്കെ ആയുസ് കൂട്ടും. എന്നുവെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു ആയുസ് ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും നമുക്ക് ഇതുപോലെ സംസാരിക്കാനും നമ്മളൊരു കുടുംബമായിട്ട് സംസാരിക്കാനും